നമസ്കാരം. പുതുപ്പാടിയിൽ നിന്നും ക്യാൻസർ രോഗിയായ യുവാവിനെ കാണാതായ സംഭവം നാടിനെയാകെ വലിയ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. കൊട്ടാരക്കോത്ത് കാവുംപുറം കവുങ്ങിൻ തൊടിയിൽ KT സുലൈമാന്റെ മകനായ 22-കാരൻ നിഷാൽ സൽമാനെയാണ് ഇന്ന് രാവിലെ 10:30 മുതൽ വീട്ടിൽ നിന്നും കാണാതെയായത്. മാരകമായ രോഗത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ഡോക്ടർമാർ നൽകിയൊരു നിർദ്ദേശം കേട്ടുണ്ടായ കടുത്ത മനോവിഷമമാണ് യുവാവിനെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കളും പോലീസും പ്രാഥമികമായി സംശയിക്കുന്നത്. കഴിഞ്ഞ 6 മാസക്കാലമായി കാലിനെ ബാധിച്ച ക്യാൻസറിന് നിരന്തരമായ ചികിത്സയിലായിരുന്നു നിഷാൽ. എന്നാൽ ഏറ്റവും ഒടുവിൽ വന്ന പരിശോധനാ ഫലങ്ങൾ കുടുംബത്തെയും യുവാവിനെയും ഒരുപോലെ തളർത്തുന്നതായിരുന്നു. രോഗം ശ്വാസകോശത്തിലേക്കും പടരാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നതോടെ നിഷാലിന്റെ ജീവൻ രക്ഷിക്കാനായി ഇടതുകാൽ മുറിച്ചു മാറ്റുക എന്നതല്ലാതെ മറ്റൊരു പോംവഴിയുമില്ലെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു. ആരോഗ്യമുള്ള ജീവിതത്തെ സ്വപ്നം കണ്ടു തുടങ്ങിയ ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഒരു കാൽ എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന വാർത്ത ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. ഡോക്ടർമാരുടെ നിർദ്ദേശം അറിഞ്ഞതു മുതൽ നിഷാൽ വലിയ രീതിയിലുള്ള മാനസിക സംഘർഷത്തിലായിരുന്നുവെന്ന് കുടുംബാംഗങ്ങൾ വേദനയോടെ ഓർക്കുന്നു. ശസ്ത്രക്രിയയെക്കുറിച്ചുള്ള ആകുലതകളും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും യുവാവിനെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. ഈ മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ മുതൽ നിഷാലിനെ കാണാതെയാകുന്നത്. വീട് വിട്ടിറങ്ങുമ്പോൾ നിഷാൽ തന്റെ മൊബൈൽ ഫോൺ കൈവശം കരുതിയിട്ടില്ല എന്നത് അന്വേഷണത്തെ കൂടുതൽ പ്രയാസകരമാക്കുന്നുണ്ട്. ഫോണില്ലാത്തതിനാൽ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഇയാളെ ഇതുവരെ യാതൊരു വിധത്തിലും ബന്ധപ്പെടാനും സാധിച്ചിട്ടില്ല. സംഭവത്തെ തുടർന്ന് നിഷാലിനെ കണ്ടെത്താനായി ബന്ധുക്കൾ താമരശ്ശേരി പോലീസിൽ ഔദ്യോഗികമായി പരാതി നൽകി. പരാതി ലഭിച്ച ഉടൻ തന്നെ പോലീസ് വിപുലമായ രീതിയിലുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. പുതുപ്പാടി പരിസരത്തെയും സമീപത്തെ പ്രധാന റോഡുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ പോലീസ് സംഘം വിശദമായി പരിശോധിച്ചു വരികയാണ്. നിഷാൽ ഏതെങ്കിലും തരത്തിലുള്ള പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനായി റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിലെ ശാരീരിക അവസ്ഥ പരിഗണിക്കുമ്പോൾ നിഷാലിന് കൃത്യമായ പരിചരണവും ചികിത്സയും മരുന്നുകളും അനിവാര്യമായ സമയമാണിത്. ഒട്ടും വൈകാതെ തന്നെ അവനെ കണ്ടെത്തേണ്ടത് ജീവൻ രക്ഷിക്കാൻ തന്നെ അത്യന്താപേക്ഷിതവുമാണ്. നിഷാലിന്റെ തിരോധാന വാർത്ത അറിഞ്ഞതോടെ നാട്ടുകാരും സുഹൃത്തുക്കളും വലിയ വിഷമത്തിലാണ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റും ഇയാളുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. തന്റെ പ്രിയപ്പെട്ട മകൻ സുരക്ഷിതനായി തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് നിഷാലിന്റെ കുടുംബം. യുവാവിനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള അറിവോ സൂചനകളോ ലഭിക്കുന്നവർ ഒട്ടും വൈകാതെ തന്നെ താമരശ്ശേരി പോലീസിനെയോ നിഷാലിന്റെ ബന്ധുക്കളെയോ വിവരം അറിയിക്കണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ശാരീരികമായും മാനസികമായും തളർന്നിരിക്കുന്ന യുവാവിന്റെ സുരക്ഷിതമായ തിരിച്ചുവരവിനായി നാടൊന്നാകെ ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഏത് പ്രതിസന്ധിയിലും തളരാതെ പോരാടിയ നിഷാൽ വൈകാതെ തന്നെ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. എന്തായാലും ക്യാൻസർ രോഗബാധിതനായതിനെ തുടർന്നാണ് നിഷാൽ കഴിഞ്ഞ കുറേ അധികം നാളുകളായി വലിയ വിഷാദത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഘട്ടത്തിലാണ് കാൽ മുറിച്ചു മാറ്റേണ്ടത് അടിയന്തരമായൊരു മെഡിക്കൽ ആവശ്യമായി ഡോക്ടർമാർ അറിയിക്കുന്നത്. ഇതേ തുടർന്ന് ഈ വിവരം അറിഞ്ഞതിനെ തുടർന്നാണ് നിഷാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിഷാലിന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് ഒരു നാട് മുഴുവൻ.